ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാ മീൻ കറിയൊക്കെ ആയിട്ടുണ്ട്. ഇതേപോലെയാണ് ഇരിക്കുക കേട്ടോ. മീൻ കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടയം സ്റ്റൈലാണ്. അപ്പോൾ ഇത് 2-3 ദിവസമൊക്കെ നമുക്ക് കേടുവരാതിരിക്കുന്ന പറയുന്നത്. 3 ദിവസമൊന്നുമല്ല, ഒരു 5 ദിവസം വരെയൊക്കെ കേടുവരാതിരിക്കും. ചൂടാക്കി ഉപയോഗിച്ചാൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങളിവിടെ പാലക്കാട് സ്റ്റൈലിൽ വെക്കുമ്പോൾ, പാലക്കാട്ടുകാർ വെക്കുമ്പോൾ കടുകൊന്നും ഇടില്ല കേട്ടോ. ഉലുവടും, കടുക് ഇടാറില്ല. ഞങ്ങളിവിടെ ഇടാറില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇടണോരുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്താ കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇഞ്ചി പിന്നെ വെളുത്തുള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി നീളത്തിൽ നുറുക്കിയിട്ട് നമുക്ക് അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലാതെ നമ്മളിതിലേക്ക് ചുവന്നുള്ളിയോ വെളുള്ളിയോ അങ്ങനെ ഒന്നും ചേർക്കണില്ല. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി വേണം. അതിന് 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും പിന്നെ സാദാ കാശ്മീരി ചില്ലിയില്ലേ, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇന്ന് നമ്മൾ കുടംപുളിയിലാണ് വെക്കണത്, വാളംപുളിയല്ല ഉപയോഗിക്കുന്നത് കേട്ടോ. കുടംപുളി കുടംപുളിയും വെള്ളം കൂടി ഇട്ടിട്ട് അതൊന്ന് വെറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. തിളച്ച വെള്ളം തിളപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് അതും കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതപ്പോൾ കുളത്തുനിന്ന് പിടിച്ച വളർത്തണ മീനാണ് കേട്ടോ. ഇന്നലെ ഏട്ടൻ ഇവിടെ ഏൽപ്പിച്ചു പോയതാണ്. അപ്പോൾ കുറച്ച് മീൻ ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ. 2 മീൻ രാവിലെ കറി വെക്കലൊക്കെ കഴിഞ്ഞു. വേറെ മീൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ കറി വെക്കലും അതേപോലെ മീൻ വറക്കലും ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞാനൊരു മീൻ മാറ്റി വെച്ചതാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ കറി വെക്കണം പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പാലക്കാട്ടുകാരാണ്. കോട്ടയം സ്റ്റൈലിലൊന്ന് വെച്ച് നോക്കട്ടെ. ഞങ്ങളിവിടെ കുടംപുളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടാറില്ല കേട്ടോ. മീൻ കറിയിൽ വാളംപുളി ഇട്ടിട്ട് തന്നെ വെക്കാറ്. ഇന്നിപ്പോൾ കുടംപുളിയൊക്കെ ഇട്ടിട്ടാണ് വെച്ചേർക്കണത്. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി അതൊന്ന് കുത്തി ഇളക്കാതിരിക്കുക. നമ്മൾ കഷ്ണം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടയാൻ പാടില്ല കേട്ടോ നമ്മുടെ മീൻ കഷ്ണങ്ങൾ. അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതിൽ ഉള്ളി വറുത്തിടുക, അതേപോലെ സവാള ഇടുക, തക്കാളി ഇടുക ഒന്നും നമ്മൾ ചെയ്യണില്ല. അത് കാരണം കൊണ്ട് തന്നെയാണ് ഈ മീൻ കറി 3-4 ദിവസമൊക്കെ ഇരിക്കും പറയണത് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ചൊരു 1/4 ടീസ്പൂൺ ഉലുവയുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്നും കൂടി ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അവിടെ അടച്ചു വെച്ചാൽ നമ്മുടെ മീൻ കറി റെഡിയായി.